ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാം. PSC മുൻകാലങ്ങളിൽ നടത്തിയ 10th പ്രിലിംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷയുള്ളവർ പഠിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ആൻസർ 30 ഡിഗ്രി. 30 ഡിഗ്രിയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര? ഉത്തരം ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര? ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. ഉത്തരം പൂർവ്വഘട്ടം. പൂർവ്വഘട്ടമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഇതിനകത്ത് നർമ്മദ, പെരിയാർ, മഹാനദി, സിന്ധു. ഇതിനകത്തെ ആൻസർ മഹാനദി. മഹാനദിയാണ് അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. അടുത്ത ക്വസ്റ്റ്യൻ: സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. ഉത്തരം ചിനാബ്. ചിനാബാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ത്യയിലെ ശൈത്യകാലം? ഇന്ത്യയിലെ ശൈത്യകാലം. ആൻസർ ഡിസംബർ ഫെബ്രുവരി. ഇന്ത്യയിലെ ശൈത്യകാലമാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനമേത്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനം. ഉത്തരം എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ആൻസർ കടുവ. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഉത്തരം കടുവ. വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം തമിഴ്നാട്. തമിഴ്നാടാണ് വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഉത്തരം അൽഫോൻസ ഡി അൽബുക്കർക്ക്. അൽഫോൻസ ഡി അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്? ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്? ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്ന് അറിയപ്പെടുന്നത്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? ഉത്തരം കൽക്കട്ട. കൽക്കട്ടയിലാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആര്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെയാണ് മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്.
ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം. ഉത്തരം 1917. 1917 ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്. ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്തെ രാഷ്ട്രപതി ആയിരുന്നത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത്. ഉത്തരം ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ് ആണ് ഇന്ദിരാഗാന്ധി വധിച്ചപ്പോൾ രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥാ കാലത്താണ്. അടിയന്തരാവസ്ഥാ കാലത്താണ് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. ഉത്തരം സ്വത്തവകാശം. സ്വത്തവകാശമാണ് ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം അയിത്ത നിർമ്മാർജ്ജനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഉത്തരം 19-ാം അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 19-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. രാഷ്ട്രപതി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമനത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവിയാണ് രാഷ്ട്രപതിയുടെ പദവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഉത്തരം പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ജയന്തി പട്നായിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മെമ്പർമാരുടെയും കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ഉത്തരം കേന്ദ്ര സർക്കാരിന്. കേന്ദ്ര സർക്കാരിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമാണ് സർദാർ പട്ടേൽ ഭവൻ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 580 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 580 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. ഉത്തരം ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്ന് അറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്ന് അറിയപ്പെടുന്ന സ്ഥലം ലക്കിടി. ലക്കിടിയാണ്. വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്ന് അറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. ഉത്തരം എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം.
കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം. ഉത്തരം കയർ. കയർ വ്യവസായമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കൊച്ചി. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഉത്തരം തൂതപ്പുഴ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം തൂതപ്പുഴയിലാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ലയിലാണ് മണിയാർ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഉത്തരം ഫറോക്ക്, പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. ഉത്തരം എ കെ ഗോപാലൻ. എ കെ ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. ഉത്തരം അയ്യങ്കാളി. ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആര്? ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആര്? അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാനാണ് ദേശസേവികാ സംഘം സ്ഥാപിച്ചത്. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലാണ് അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത്. തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത്. ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. ഉത്തരം അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത്. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത്. ഉത്തരം എം ഡി വാസുദേവൻ നായർ. എം ഡി വാസുദേവൻ നായരാണ് പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് കുറിച്യരും കുറുമ്പരും. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. ഉത്തരം മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം 8. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകൾ 8 എണ്ണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം. ഉത്തരം പ്ലൂറ. പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം. ലോക ഹീമോഫീലിയ ദിനം. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ്. ഉത്തരം സെറിബല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം.
ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഉത്തരം സെറിബ്രം. സെറിബ്രമാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്? ഉത്തരം പാറ്റല്ല. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റല്ല. അടുത്ത ക്വസ്റ്റ്യൻ, കാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? കാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ഉത്തരം കരൾ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം? അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം? ഉത്തരം ജീവകം ഡി. ജീവകം ഡി ആണ് അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? ഉത്തരം അനിയാത്ര. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത്? കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രജൻ, ഓസോൺ. ഇതിൻ്റെ ആൻസർ നൈട്രജൻ ആണ്. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് നൈട്രജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക? ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക? ഉത്തരം ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആണ് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? ഉത്തരം മീഥെയ്ൻ. മീഥെയ്ൻ ആണ് കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം? വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം? 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം? ഉത്തരം ഓക്സിജൻ. ഓക്സിജൻ ആണ് 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർപ്പിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഐൻസ്റ്റീൻ. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ഉത്തരം ബലം. ബലം അളക്കാനുള്ള ഏകകമാണ് ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില? സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില? ഉത്തരം 5500 ഡിഗ്രി സെൽഷ്യസ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്? ഉത്തരം പ്ലാസ്മാവസ്ഥ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. നമ്മൾ PSC നടത്തിയ ഒരു പഴയ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത്. അതിലെ GKയുടെ 80 ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. ഇത് റിപ്പീറ്റായിട്ട് കേൾക്കുക, പഠിക്കുക. താങ്ക് യു.